ഹായ് വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പസിൽസ് ആണ്. ഓക്കെ, അപ്പോൾ പസിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വെയിറ്റേജ് ഉള്ളൊരു ടോപ്പിക്കാണ്. റീസണിങ്ങിൽ അത്യാവശ്യം നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന രണ്ട് ടോപ്പിക്കുകളാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആൻഡ് പസിൽസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ നേരത്തെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിനെ ബേസ് ചെയ്തിട്ട്. അപ്പം നമുക്ക് കുറേ ടൈപ്പ് പസിൽസ് ഉണ്ട്. ഇപ്പം എന്താണ് ഫ്ലോർ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ബേസ് ചെയ്തിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ ഡേ ഇപ്പം പറഞ്ഞേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡേ, മന്ത്, ഇയർ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം പല രീതിക്കായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഏതാ? ഡേ, മന്ത് ആൻഡ് ഇയർ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പസിൽസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പം ഡേ ആകുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ അവർ ക്വസ്റ്റ്യനിൽ പറയും എന്ത് മൺഡേ ടു സൺഡേ ഒരു 7 പേര് എവിടെയെങ്കിലും ട്രിപ്പ് പോയത്. അപ്പം ഡേ വരുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് വരുന്നത് 7 പേര് ബേസ് ചെയ്തിട്ടുള്ളൊരു അറേഞ്ച്മെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 7 പേര് 7 ദിവസങ്ങളിലായിട്ട് ട്രിപ്പ് പോയി. സ്റ്റാർട്ടിങ് ഫ്രം ക്വസ്റ്റ്യനിൽ പറയും സ്റ്റാർട്ടിങ് ഫ്രം മൺഡേ ടു സൺഡേ. ഓക്കെ, ചില കേസിൽ സ്റ്റാർട്ടിങ് ഫ്രം സൺഡേ എന്നായിരിക്കും, സ്റ്റാർട്ടിങ് ഫ്രം സൺഡേ ടു സാറ്റർഡേ. അപ്പൊ എന്താണോ പറയുന്നത്, ഏതാണോ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം അവർ പറയുന്നത് ആ ഡേ ആവണം ഫസ്റ്റ് ഡേ, നിങ്ങളുടെ ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ. അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ മൺഡേ ടു സൺഡേ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ എന്തായിരിക്കും? മൺഡേ, എൻഡ് ചെയ്യുന്നത് സൺഡേ. ഓക്കെ, അതേ ഉള്ളൂ ശ്രദ്ധിക്കാൻ. അതേപോലെ നമ്മൾ പറഞ്ഞു മാസം ബേസ് ചെയ്തിട്ട് വരാറുണ്ട്, മന്ത് ബേസ് ചെയ്തിട്ട് വരാറുണ്ട്. മന്ത് ബേസ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് 12 മാസം ഉണ്ട് അല്ലെ? ചിലപ്പോൾ 12 മാസം ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും മാക്സിമം, അല്ലെങ്കിൽ 8 പേരുടെ ആയിരിക്കും, അല്ലെങ്കിൽ 7 പേരുടെ ആയിരിക്കും. ഡിപ്പെൻസ്, ഓരോ ക്വസ്റ്റിനും വേരി ചെയ്യും. അപ്പം നിങ്ങൾക്ക് തരുന്നത് എത്ര ആൾക്കാരാണോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പം മാസത്തിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ പസിൽ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്. ഇപ്പൊ ജനുവരി എന്നോട് പറയുക ജനുവരിയിൽ എത്ര ദിവസമുണ്ട്, 31 ഡേയ്സ് ആണ്. അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് 28 ഡേയ്സ് ആണ്. ലീപ് ഇയർ വരുമ്പോഴത്തേക്ക് 29 ഡേയ്സ് ആവും. കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഫെബ്രുവരി ഒരു മാസം ഉണ്ടെങ്കിൽ നമ്മൾ 28 ദിവസമായിട്ടാണ് പറയാറ്. മാർച്ച് ആണെങ്കിൽ 31 ദിവസമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. കാര്യം ക്വസ്റ്റ്യനിൽ വരുന്നത് ഇപ്പം എവിടെയെങ്കിലും ട്രിപ്പ് പോയി 7 മാസങ്ങളിലായിട്ട് 7 പേര് ട്രിപ്പ് പോയി, അല്ലെങ്കിൽ 7 പേര് ജനിച്ച മാസങ്ങളായിരിക്കും പറയുന്നത്. അപ്പം ഇപ്പൊ ഒരു ക്ലൂ ആയിട്ട് ഇങ്ങനെയായിരിക്കും പറയുന്നത്, ഒരു ട്രിപ്പ് പോയത് ഈവൻ നമ്പേർഡ് ഡേയ്സ് ഉള്ള ഒരു മാസമാണ്. അപ്പൊ നമുക്കറിയണം ഏതൊക്കെ മാസമുണ്ട് ഈവൻ നമ്പേർഡ് ഡേയ്സ് ആയിട്ട്. അപ്പൊ ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ നമ്മൾ അത് ജനറലി അറിഞ്ഞിരിക്കണം. പിന്നെ ഇനി ഇയർ ബേസ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും വരുന്നത്? ഇപ്പൊ നമ്മുടെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഇപ്പം എൻ്റെ അടുക്ക പറയുകയാണ് ആസ് പെർ 2026 ഒരു 5 പേര് ജനിച്ചു, ഒരു 5 പേരുടെ വയസ്സിന്റെ കാര്യം പറയുവാണ്. ഓക്കെ, ഒരാൾ 1970 ജനിച്ചു, ഒരാൾ 1975 ജനിച്ചു, 1980 ജനിച്ചു. ഇങ്ങനെയൊക്കെ പല വർഷങ്ങൾ പറയും. 5 പേരുണ്ടെങ്കിൽ 5 വർഷങ്ങൾ പറയും, അവർ ജനിച്ച വർഷവും അങ്ങനെ എന്തെങ്കിലും പറയും. അപ്പം അവര് പറയുന്ന കാൽക്കുലേറ്റഡ് അസ് ഓൺ 2020 അല്ലെങ്കിൽ 2020 എന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആസ് പെർ 2020 ഈ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ വയസ്സ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 2020 ആള് ജനിച്ച വർഷം മൈനസ് ചെയ്താൽ ആളുടെ വയസ്സാണ് കിട്ടുന്നത്. ഇപ്പൊ 2020 1970 ജനിച്ച ആൾക്ക് എത്ര വയസ്സ് വരും? 40 വയസ്സ് വരും, അല്ലെ? 50 വയസ്സ് വരും. എന്ത് ചെയ്തു? 2020 1970 മൈനസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 75 ജനിച്ചാൽ 45 വയസ്സ് വരും. അപ്പൊ അങ്ങനെ നമ്മൾ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻ. സോ ഇത് മൂന്നുമാണ് നമുക്ക് ജനറലി ഡേ, മന്ത്, ഇയർ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാ ടോപ്പിക്കിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷെ ഇത് വെയിറ്റേജ് അത്യാവശ്യം ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. നമുക്ക് ഡേയും മന്തും ഇയറും ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഇത് ജസ്റ്റ് ഞാൻ ബേസ് ആയിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7 പേര് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു അല്ലെ, 7 ഡിഫറെന്റ് ഡേയ്സിലായിട്ട്. സ്റ്റാർട്ടിങ് ഫ്രം മൺഡേ എന്നാ പറഞ്ഞേക്കുന്നത്, സ്റ്റാർട്ടിങ് ഫ്രം മൺഡേ ആണ്. അപ്പൊ ഫസ്റ്റ് ഡേ എന്തായിരിക്കും? മൺഡേ ആണ് അല്ലെ, 7 പേരുടെ കാര്യം പറഞ്ഞിട്ടില്ലേ. അപ്പൊ 7th ഡേ എന്തായിരിക്കും? സൺഡേ ആണ്. അപ്പൊ മൺഡേ ടു, ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതുക, മൺഡേ ടു സൺഡേ വരെ പോയല്ലേ. അപ്പൊ എനിക്ക് തന്നേക്കുന്ന ദിവസങ്ങള് ഓർഡറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് താഴോട്ട് എഴുതിയിട്ടു. ഇനി നമ്മൾ നോക്കേണ്ടത്, എപ്പോഴും പസിൽ സീറ്റിംഗ് ചെയ്യുമ്പം ചിലപ്പോൾ നമുക്ക് ഇന്ന ആള് ഇന്ന ദിവസം പങ്കെടുത്തു, അല്ലെങ്കിൽ ഇന്ന ആൾ ഇന്ന ദിവസം പോകത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ഇപ്പം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അയാളെ അവിടെ പിടിച്ചങ്ങ് ഇരുത്തുക. ഓക്കെ, അയാളെ ആ ദിവസം പിടിച്ച് അവിടെ അങ്ങ് ഉറപ്പിച്ചിരുത്തണം. പിന്നെ അയാളെ അവിടെ നിന്ന് എടുക്കരുത്. അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതുവഴി കണക്ട് ചെയ്ത് ഫില്ല് ചെയ്ത് വേണം പോകാനായിട്ട്. ഓക്കെ, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് അതാണ്. സീറ്റിങ്ങോ പസിലോ ഓർഡറിങ്ങോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ പോയിന്റ് വെച്ചിട്ട് ആൾക്കാരെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഫിക്സ് ചെയ്ത് പോണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അയാളെ അവിടെ ഉറപ്പിക്കാതെ ബാക്കി വെച്ചിട്ട് നോക്കാൻ പാടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് തന്നേക്കുന്ന പോയിന്റ് വെച്ചിട്ട് ഇരുത്തുക. എന്നിട്ട് ബാക്കിയുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ടേക്കുക. അതിനെ എങ്ങനെ നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ? സെക്കൻഡ് ലൈനിലാണ് ഒരു എലമെന്റ് പറയുന്നുണ്ട്, ഒരാളുടെ കാര്യം പറയുന്നുണ്ട്, ബിയുടെ കാര്യം പറയുന്നുണ്ട്. ബി എന്താണ്? ഫ്രൈഡേ ആണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. ബി എനിക്ക് ഒരിടത്ത് ഇരുത്താലോ, ഞാൻ ഫ്രൈഡേ അങ്ങ് പ്ലേസ് ചെയ്തു. ഇനി അവിടെ നിന്ന് എനിക്ക് ബിയെ അനക്കാൻ പറ്റത്തില്ല. ഓക്കെ, ബിയുടെയും ജിയുടെയും ഇടയിൽ എത്ര പേര്? ഒരാൾ. ബിയുടെയും ജിയുടെയും ഇടയിൽ ഒരാളാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. സോ ബി ഫ്രൈഡേ ആണെങ്കിൽ ജി എനിക്ക് സൺഡേ കൊടുത്തൂടെ? കൊടുക്കാലോ. ഇതൊരു പോസിബിലിറ്റി അല്ലേ? വേണമെങ്കിൽ ബി ഫ്രൈഡേ ആണെങ്കിൽ ജി വെനസ്ഡേയും വന്നൂടെ? ജി വെനസ്ഡേയും വന്നൂടെ അല്ലേ? അപ്പൊ അത് രണ്ട് പോസിബിലിറ്റി ആയിട്ടൊന്ന് ഞാൻ തിരിക്കുവാണ്. ജസ്റ്റ് രണ്ട് പോസിബിലിറ്റി ആക്കി. ഇതൊന്നും കൂടെ ക്ലിയർ ആയിട്ട് എഴുതാവേ. മൺഡേ, ട്യൂസ്ഡേ, കുറച്ച് സ്പേസ് ഇട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഓക്കെ. അപ്പൊ എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞു ബി എ എനിക്ക് ഫ്രൈഡേയിൽ ഇരുത്താം. ബി ഫ്രൈഡേ വരുവാണെങ്കിൽ ജിക്ക് സൺഡേ വരാനൊരു പോസിബിലിറ്റി ഉണ്ട്. അതല്ലെങ്കിൽ ബി ഫ്രൈഡേ വന്നാൽ ജിക്ക് എവിടെ വരാനും ഓപ്ഷൻ ഉണ്ട്? വെനസ്ഡേ വേണമെങ്കിലും വരാം. രണ്ട് പോസിബിലിറ്റി ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. അടുത്ത് പറയുന്നുണ്ട് എന്താ? എഫ് ആൻഡ് സി അറ്റൻഡ് ദ മീറ്റിംഗ് ഓൺ കോൺസിക്യൂട്ടീവ് ഡേയ്സ്. എഫും സിയും അടുപ്പിച്ചുള്ള 2 ദിവസമാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തേക്കുന്നത്. സി അറ്റൻഡ് ദ മീറ്റിംഗ് ആഫ്റ്റർ എഫ്. കോൺസിക്യൂട്ടീവ് ഡേയ്സ് എന്ന് വെച്ചാൽ അടുപ്പിച്ചുള്ള ദിവസങ്ങൾ. ഓക്കെ, അപ്പം എഫും സിയും അടുപ്പിച്ചുള്ള ദിവസങ്ങളാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. എന്നാൽ സി എഫിന് ശേഷമാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ എനിക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. 2 പോസിബിലിറ്റികളായിട്ട് എനിക്ക് പലയിടത്ത് ഫിക്സ് ചെയ്തൂടെ? ഫസ്റ്റ് പോസിബിലിറ്റി നോക്കുവാണെങ്കിൽ എഫ് മൺഡേ വന്നാൽ സി ട്യൂസ്ഡേ വരും, എഫ് ട്യൂസ്ഡേ വന്നാൽ സി വെനസ്ഡേ വരും, വെനസ്ഡേ വന്നാൽ അങ്ങനെ തേഴ്സ്ഡേ വരും. അങ്ങനെ 2 പോസിബിലിറ്റിയിൽ അവരെ വീണ്ടും എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന വേറെ പോയിന്റ് ഉണ്ടോ എന്ന് നോക്കാം. നമ്പർ ഓഫ് പേഴ്സൺ അറ്റൻഡ് ദ മീറ്റിംഗ് ബിറ്റ്വീൻ എഫ് ആൻഡ് ബി. എഫിന്റെയും ബിയുടെയും ഇടയിലുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് എന്താ? ഈ സെയിം ആസ്, ഒരേപോലെയാണ് അവരുടെ ഇടയിലുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത്. as the person between G and A. ജിയുടെയും എയുടെയും ഇടയിൽ എത്ര പേരുണ്ടോ അത്രയും നമ്പർ ഓഫ് ആൾക്കാർ തന്നെയാണ് എന്ത്? എഫിന്റെയും ബിയുടെയും ഇടയിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് ആ ഒരു ഏകദേശം ഒരു ഇപ്പൊ ഇത്രയും പേരിൽ നമ്മുടെ ഫിഗറിൽ ആര് മാത്രമേ ഉള്ളൂ? ബി ഉണ്ട്, ജി ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇനിയും ഇയും ഡിയും എവിടെ വരില്ല? മൺഡേ അല്ല മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. അപ്പൊ മൺഡേയില് ഇയും ഡിയും വരത്തില്ല, ഇയും ഡിയും വരത്തില്ല. ഓക്കെ, മൺഡേയില് ഇയും ഡിയും വരത്തില്ല. പിന്നെ പറയുന്നുണ്ട് ജി ആഫ്റ്റർ ഇ ആൻഡ് ഡി ആണ്.
ജി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് എപ്പോഴാ? ഇക്കും ഡിക്കും ശേഷമാണ്. ജി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് ഇക്കും ഡിക്കും ശേഷമാണ്. ഇത്രയല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ നോക്കണം അല്ലേ? എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. രണ്ട് പോസിബിലിറ്റിയിലുണ്ട്. ബി എ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജി രണ്ട് പോസിബിലിറ്റീസിലായിട്ട് നിൽക്കുവാണ്. സെക്കൻഡ് പോസിബിലിറ്റി വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു സാധ്യതയും ഇല്ല. കാര്യം എന്താ? ജി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് ഡിയുടെയും ഇയുടെയും ശേഷം, ഡിയുടെയും ഇയുടെയും ശേഷം. എന്നാൽ ഡിയും ഇയും എവിടെ വരാൻ പാടില്ല? മൺഡേയിൽ വരാനും പാടില്ല. ജി വെനസ്ഡേയിലാണെങ്കിൽ ഡിയോ ഇയോ ഏതെങ്കിലും ഒരാൾ മൺഡേ വരണ്ടേ? പക്ഷെ രണ്ടുപേരും മൺഡേ വരാൻ പാടില്ലെങ്കിൽ ജി വെനസ്ഡേ വരത്തില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ആ പോസിബിലിറ്റി ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി എങ്ങനെ നമുക്ക് ആൻസർ പറയാം നോക്കാം. എങ്ങനെ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എഫും സിയും അടുപ്പിച്ചുള്ള ദിവസങ്ങളിലാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. എഫ് ആണ് ആദ്യം അറ്റൻഡ് ചെയ്തത്. എഫിന്റെയും ബിയുടെയും ഇടയിലുള്ള എണ്ണമാണ് ജിയുടെയും എയുടെയും. ഓക്കെ, അപ്പൊ എനിക്കിനി എഫിനെയും സിയെ ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. അപ്പൊ ഒന്ന് നോക്കണം. ഈ മൂന്ന് പോസിബിലിറ്റിയിൽ എഫ് ഇവിടെ വന്നാൽ സി ഇവിടെ വരാം, എഫ് ഇവിടെ വന്നാൽ സി ഇവിടെ വരാം, എഫ് ഇവിടെ വന്നാൽ സി ഇവിടെ വരാം. അപ്പൊ അത്രയും പോസിബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് എഫിനെ എനിക്ക് വെനസ്ഡേയിൽ ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഞാൻ നോക്കുവാണെങ്കിൽ എഫിന്റെയും ബിയുടെയും ഇടയിൽ ഒരാളല്ലേ, അത്രയും നമ്പർ ഓഫ് ആൾക്കാർ തന്നെ എവിടെ വരണം? ജിയുടെയും എയുടെയും ഇടയിൽ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ജി ഇവിടെ അല്ലെ, ജിയുടെയും എയുടെയും ഇടയിൽ ഒരാളെ തന്നെ എനിക്ക് കൊടുക്കണമെങ്കിൽ സ്പേസ് ഉണ്ടോ? അവിടെ ബി ഇല്ലേ. സോ എനിക്ക് എ ഫിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എഫ് ഇവിടെ വരത്തില്ലെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഞാൻ എഫിനെ തൊട്ടു മൂളി നോക്കി. എഫ് ട്യൂസ്ഡേ വന്നാൽ സി ഇവിടെ വരും, വെനസ്ഡേയിൽ വരും. എഫിന്റെയും ബിയുടെയും ഇടയിൽ ഈ പോസിബിലിറ്റിയിൽ രണ്ടുപേരായില്ലേ? രണ്ടുപേരായല്ലോ. എഫിന്റെയും സിയുടെയും ഇടയിൽ രണ്ടുപേരായി. അപ്പം ജിയുടെയും എയുടെയും ഇടയിലും എത്ര പേര് തന്നെ വരണം? രണ്ടുപേര്. 1 2 ഇവിടെ എ വരും അല്ലെ, തേഴ്സ്ഡേയിൽ എ വരും. പോയിട്ട് എനിക്ക് ഡിയും ഇയും അല്ലേ ഫിക്സ് ചെയ്യണ്ടേ? സോ ഡിയും ഇയും ഫിക്സ് ചെയ്യണമെങ്കിൽ ബാക്കി മൺഡേ സാറ്റർഡേ അല്ലേ ഇനി വേക്കൻ്റ് ആയിട്ടുള്ളൂ. സോ രണ്ടിലൊരാൾക്ക് വീണ്ടും മൺഡേ വന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ അവിടെ എനിക്ക് എഫിനെ ഫിക്സ് ചെയ്യാൻ പറ്റില്ലെന്നാണ് അർത്ഥം. സോ ട്യൂസ്ഡേയിൽ പറ്റില്ല, വെനസ്ഡേയിലും എഫിനെ പറ്റില്ലെങ്കിൽ എനിക്ക് എഫിനെ എവിടെ ഫിക്സ് ചെയ്യാൻ ഇനി ഓപ്ഷൻ ഉള്ളൂ? എവിടെ ഫിക്സ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ? മൺഡേയില്. ഞാൻ മൺഡേയിൽ എഫിനെ ഒന്ന് ഫിക്സ് ചെയ്യുവാണെങ്കിൽ തൊട്ടടുത്ത ദിവസമാണ് സി. തൊട്ടടുത്ത ദിവസമാണ് സി. എഫിന്റെയും ബിയുടെയും ഇടയിൽ 1 2 3 പേര് എങ്കിൽ ജിയുടെയും എയുടെയും ഈ പോസിബിലിറ്റിയിലാണ് എന്തായാലും ആൻസർ ഇരിക്കുന്നത്. വേറെ ഓപ്ഷൻ ഇല്ല. ജിയുടെയും എയുടെയും ഇടയിൽ 3 പേര്, 1 2 3 എ. ഓക്കെ, ജി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ ഡി ആൻഡ് ഇ ആണ്. സോ ജി ഇവിടെ വന്നാൽ ഡിയെയും ഇയെ ഞാൻ ഇനി എങ്ങനെ ഫിക്സ് ചെയ്യും? എങ്ങനെ ഫിക്സ് ചെയ്യും? എനിക്ക് കറക്റ്റ് ഇവരെ തേഴ്സ്ഡേന്നോ സാറ്റർഡേന്നോ ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. രണ്ടുപേർക്കും ശേഷമാണ് ഡി വരുന്നതെന്ന് മാത്രമേ പോയിന്റ് പറയുന്നുള്ളൂ. സോ എനിക്ക് വേണമെങ്കിൽ ഡി ഇവിടെ വരാം, ഡി ഇവിടെ വന്നാൽ ഇ ഇവിടെ, അതല്ലെങ്കിൽ ഡി ഇവിടെ വരാം, വന്നാൽ ഇ ഇവിടെ. ഓക്കെ ആണോ? സോ എൻ്റെ ആൻസർ, എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ അറ്റൻഡഡ് ദ മീറ്റിംഗ് ഓൺ തേഴ്സ്ഡേ. ആര് വരും? എനിക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റത്തില്ല. എനിക്ക് പറയാൻ പറ്റുന്നത് ഐദർ ഇ ഓർ ഡി. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? എനിക്ക് അവരെ ഫിക്സ് ചെയ്യുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും പറയുന്നില്ല. ജി ഇവർക്ക് രണ്ടുപേർക്കും ശേഷമെന്നേ പറയുന്നുള്ളൂ. ജി ലാസ്റ്റ് ഡേ ആ പോയത്. ജി എല്ലാവർക്കും ശേഷമാണ് വന്നേക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ സെയിം ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് 5 സബ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. എപ്പോഴും പസിലിന്റെ വെയിറ്റേജ് 5 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ സെയിം ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് 5 സബ് ക്വസ്റ്റ്യൻസ് കാണും. ചിലപ്പം ഇത് കൂടാതെ വേറൊരു മോഡൽ പസിൽ കാണും. ഇതിപ്പോൾ നമ്മൾ ഡേ ബേസ് ചെയ്തിട്ട് ഒരെണ്ണം പറഞ്ഞു. അപ്പം നമുക്ക് ഡേ കാണും, ചിലപ്പോൾ ഫ്ലോർ കാണും, ചിലപ്പോൾ മന്ത് ആയിരിക്കും. ഡിപ്പെൻസ്. ഓരോ എക്സാമിനും പല പല മോഡലായിരിക്കും, ടൈപ്പ് ഓഫ് പസിൽസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ,
അടുത്തൊരു നോക്കുവാണെങ്കിൽ മന്ത് വൈസ് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 7 പേരുടെ മന്ത് ബേസ് ചെയ്തിട്ട് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അപ്പൊ ആദ്യം ആ മന്ത് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യാം. ജനുവരി ഉണ്ട്, മാർച്ച്, ഏപ്രിൽ, മെയ്. മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്, മെയ് ഉണ്ട്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. നമ്മുടെ കയ്യിൽ ഒരു മാസത്തിന്റെ പസിൽ കിട്ടിയാൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താ, ആ മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ടെന്ന് സൈഡിലായിട്ട് ഒന്ന് നോട്ട് ചെയ്ത്. മാസങ്ങൾ തന്നെ അറിയാലോ. ജനുവരി 31, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഇങ്ങനെയാണ് നമ്മൾ മാസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു 7 മാസങ്ങളുണ്ടെങ്കിൽ ആ മാസങ്ങളുടെ എത്ര ദിവസങ്ങളുണ്ടെന്ന് സൈഡിൽ ലെഫ്റ്റിലോട്ടോ എവിടെയെങ്കിലും ഒന്ന് സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾക്ക് എളുപ്പമായിരിക്കും ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ജനുവരിയിൽ എത്രയുണ്ട്? 31, മാർച്ച് 31, ഏപ്രിൽ 30, മെയ്യിൽ 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31. ഓക്കെ, ഇത്രയും നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഇതിൽ 30 വന്നേക്കുന്ന ഏപ്രിലും ജൂണും മാത്രമേ ഉള്ളൂ, 30 ദിവസം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് അല്ലെ. ഇവിടെ വരെ കാര്യങ്ങൾ പറഞ്ഞേക്കുക, അത്രയും പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞേക്കുവാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. വി ജനിച്ചത് ഏത് മാസവാ? ഇൻ ദ മന്ത് ഹാവിങ് 30 days. 30 ദിവസമുള്ള ഏതോ ഒരു മാസമാണ് വി ജനിച്ചത്. 30 ദിവസങ്ങളുള്ള ഏതൊക്കെ മാസം മാത്രമേ ഉള്ളൂ? ഏപ്രിലും ജൂണും. കേട്ടോ, മൊത്തത്തിൽ 30 ദിവസമുള്ള ഏതോ മാസമാണ് വി ജനിച്ചത്. സോ വി എനിക്ക് വേണമെങ്കിൽ ഏപ്രിലിൽ ഫിക്സ് ചെയ്തൂടെ? ഒരു പോസിബിലിറ്റി ഇല്ലേ ഏപ്രിലിൽ ഫിക്സ് ചെയ്യാൻ? വി ഏപ്രിലിൽ വരാം, പക്ഷെ 30 ദിവസമുള്ള ജൂണും ഇല്ലേ. സോ അടുത്ത പോസിബിലിറ്റിയിൽ ഞാൻ എന്തുകൂടെ കാണിച്ചു? ജൂണും കൂടെ ഒന്ന് റെപ്രസെന്റ് ചെയ്തു. ഏപ്രിലും വരാം, ജൂണും വരാം. നമുക്ക് നോക്കാം എങ്ങനെ ഫിക്സ് ചെയ്യാന്ന്. വിയുടെയും ക്യൂവിന്റെ ഇടയിൽ എത്ര പേര്? 2 പേര്. സോ ഫസ്റ്റ് പോസിബിലിറ്റിയിൽ വി ഏപ്രിൽ വന്നാൽ മുകളിലോട്ട് സ്ഥലമില്ല ക്യൂവിനെ കൊടുക്കാൻ. 1, 2 ക്യൂ, ജൂലൈ. രണ്ടാമത്തെ പോസിബിലിറ്റിയിൽ വി ജൂൺ വന്നാൽ താഴോട്ട് മാസങ്ങളില്ല ക്യൂവിനെ ഫിക്സ് ചെയ്യാൻ, ആകെ 2 മാസമേ ഉള്ളൂ. സോ 1, 2 മാർച്ചിൽ എനിക്ക് ആരെ ഫിക്സ് ചെയ്യാം? ക്യൂ. ഓക്കെ, പിന്നെ എക്സിന്റെയും പിയുടെയും ഇടയിൽ 3 പേരിൽ കൂടുതൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത കാര്യങ്ങളാണോ ഈ പറഞ്ഞേക്കുന്നത്? ജനിച്ച കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ, ജനിച്ച മാസങ്ങളാണ് പറഞ്ഞേക്കുന്നത്. സോ എക്സിന്റെയും പിയുടെയും ഇടയിൽ മോർ ദാൻ 3 persons വേണം. കണ്ടോ, മോർ ദാൻ 3 persons ഇൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് പി. നമുക്ക് എക്സും പി ഇതിൽ വന്നിട്ടില്ല. ഞാൻ സൈഡിലായിട്ട് എന്ത് ചെയ്തു? ഫിക്സ് ചെയ്യാൻ പറ്റുന്നവരെ ഫിക്സ് ചെയ്തിട്ട് എക്സിന്റെയും പിയുടെയും ഇടയിൽ 3 കൂടുതൽ ആൾക്കാരുണ്ടെന്ന് സൈഡിലായിട്ട് നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജിൽ ഒന്ന് നോട്ട് ചെയ്തു. ദെൻ പി ജനിച്ചത് എപ്പോഴാ? വാസ് ബോൺ ആഫ്റ്റർ ക്യൂ. പി ക്യൂവിന് ശേഷമാണ് എപ്പോഴോ ജനിച്ചത്. ദെൻ ടി വാസ് ബോൺ ബിഫോർ വി. ടി ജനിച്ചത് വിക്ക് മുന്നേ, ഇൻ ദ മന്ത് ഓഫ് 31 days. വിക്ക് മുന്നേ ഉള്ള 31 ദിവസമുള്ള ഏതോ ഒരു മാസമാണ് ടി ജനിച്ചത്. സോ വിക്ക് മുന്നേ ആദ്യത്തെ പോസിബിലിറ്റിയിൽ മാർച്ച് ഉണ്ട്, ജനുവരി ഉണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ പോസിബിലിറ്റിയിൽ ജനുവരി ഉണ്ട്, മെയ് ഉണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് വീണ്ടും പോസിബിലിറ്റി സ്പ്ലിറ്റ് ആവുന്നു. അതവിടെ നിൽക്കട്ടെ, നോക്കാം. സോ ടി ജനിച്ചത് വിക്ക് മുന്നേ ആണ്, ഇൻ ദ മന്ത് ഓഫ് ഹാവിങ് 31 days. 31 ദിവസമുള്ള ഏതോ ഒരു മാസമാണ് ടി ജനിച്ചത് വിക്ക് മുന്നേ. എസ് വാസ് ബോൺ ഇമ്മീഡിയറ്റ്ലി ബിഫോർ ആർ. എസ് ആറിന് തൊട്ട് മുന്നേ ജനിച്ചത്. എസ് ജനിച്ചത് ആറിന് തൊട്ട് മുന്നേ ഉള്ള ഒരു മാസമാണ്. ഓക്കെ, ദെൻ ടി വാസ് നോട്ട് ബോൺ ഓൺ ജാനുവരി. ടി എവിടെ വരാൻ പാടില്ല? ജനുവരിയിൽ അല്ല ജനിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് വെച്ചിട്ട് എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളിനി ആലോചിക്കുക. നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന 2 പോയിന്റ്സ് നമ്മൾ ഫിക്സ് ചെയ്ത് ഓൾറെഡി വെച്ചു. ബാക്കിയുള്ളവരെ എങ്ങനെ കണക്ട് ചെയ്യാം? കണക്ഷൻ കിട്ടുന്നുണ്ടോ ഏതെങ്കിലും രീതിക്ക്? ഇത് ഇവിടെ നോക്കിയേ, വിയുടെ മുന്നേ അല്ലേ ടി ജനിച്ചത്? വിക്ക് മുന്നേ 31 ദിവസമുള്ള ഒരു മാസമല്ലേ ടി ജനിച്ചത്. പിന്നെ പറയുന്നുണ്ട് ടി എവിടെ അല്ല? ജനുവരി അല്ല. സോ ഇവിടെ എനിക്ക് വി ഏപ്രിലിൽ വന്നാൽ ടി ഇവിടെ ഫിക്സ് ചെയ്യാനല്ലേ ഓപ്ഷൻ ഉള്ളൂ. കാര്യം തൊട്ട് മുന്നേ മാർച്ച് മാത്രമേ ഉള്ളൂ 31 ദിവസമുള്ളൂ, ജനുവരി വരാൻ പാടില്ല ടി. സോ ഇവിടെ വന്നാൽ എനിക്ക് ടിയെ മെയിലല്ലേ ഫിക്സ് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇനി പിന്നെന്താ, പിന്നെ ഏത് പോയിന്റ് എടുക്കാം? രണ്ട് പോസിബിലിറ്റിയിലും എസും ആറും അടുത്തടുത്തല്ലേ. ആറിന് തൊട്ട് മുന്നേ ആണ് എസ് ജനിച്ചത്, അല്ലെങ്കിൽ എസിന് തൊട്ട് ശേഷമാണ് ആറ് ജനിച്ചതെന്ന് പറയുമ്പോൾ രണ്ട് അടുത്തടുത്ത് കിടക്കുന്ന വേക്കൻസി വരണം. ഈ 2 മാസങ്ങളല്ലേ ഇവിടെ അടുത്തടുത്ത് വേക്കൻസി ഉള്ളൂ. സോ ആ 2 വേക്കൻസിയിൽ എനിക്ക് ആരെ ഫിക്സ് ചെയ്യാം? എസും ആറും. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കുവാണെങ്കിൽ ജനുവരി വേക്കന്റ്, ഏപ്രിൽ വേക്കന്റ്, ജൂലൈ ഓഗസ്റ്റും ഈ 2 മാസമാണ് അടുത്തടുത്ത് കിടക്കുന്ന വേക്കൻസി. സോ ആ 2 വേക്കൻസിയിൽ എനിക്ക് ആരെ ഫിക്സ് ചെയ്യാം? എസും ആറും. അപ്പൊ ഇതെടുത്തു. ഈ പോയിന്റ് നോക്കണ്ടിനി. അടുത്ത ഏത് പോയിന്റ് എടുക്കാം? ക്യൂവിന് ശേഷമാണ് ആര് ജനിച്ചത്? പി ജനിച്ചത്. ഈ പോസിബിലിറ്റിയിൽ എന്തായാലും പി ഇവിടെ വരുള്ളൂ. സെക്കൻഡ് പോസിബിലിറ്റിയിൽ എന്തായാലും പി എനിക്ക് ഇവിടെ കൊടുക്കാനേ ഓപ്ഷൻ ഉള്ളൂ. കാരണം ക്യൂവിന് ശേഷം ഇനി അത് മാത്രമേ ഉള്ളൂ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, ഇനി ആരേ ഉള്ളൂ? എക്സ് കൂടെ അല്ലേ എനിക്ക് കൊടുക്കാനുള്ളൂ. രണ്ടിലും സോറി ന്യൂ ജസ്റ്റ് മിനിറ്റ്. നമ്മൾ ഇത്ര അല്ലായിരുന്നു എടുത്തെഴുതിയിരുന്നത്. എസിനെ ആറിനെ ഫിക്സ് ചെയ്തു, വിയെ ക്യൂവിനെ ഫിക്സ് ചെയ്തു. നമുക്കൊരു ടി എ കൊടുക്കാനുണ്ടായിരുന്നു. ടി ഇവിടെ ആയിരുന്നു വന്ന കേട്ടോ. വിക്ക് മുന്നേ ഉള്ള 31 ദിവസമുള്ള ഒരു മാസം. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? എക്സിനെ മാത്രമേ ഉള്ളൂ നമുക്കിനി ഫിക്സ് ചെയ്യാൻ. എക്സിന്റെയും പിയുടെയും ഇടയിൽ 3 പേരിൽ കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ജനിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എക്സിന് ഫസ്റ്റ് പോസിബിലിറ്റിയിൽ ഇവിടെയും സെക്കൻഡ് പോസിബിലിറ്റിയിൽ ഇവിടെ അല്ലേ വരുന്നത് അല്ലേ? അപ്പൊ എക്സിന്റെയും പിയുടെയും ഇടയിൽ ഈ 2 ആൻസറിൽ നമുക്ക് ഏത് ആൻസർ ആയിട്ട് എടുക്കാം? ഫസ്റ്റ് വൺ. 2 പോസിബിലിറ്റിയിൽ ഫസ്റ്റ് വണ്ണിനെ എനിക്ക് ആൻസർ കിട്ടുള്ളൂ. ബാക്കി കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആയിട്ട് വന്നിട്ട് എക്സിന്റെയും പിയുടെയും ഇടയിൽ 3 പേരിൽ കൂടുതൽ വേണം എന്ന് പറയുന്ന കേസിൽ ഇവിടെ ഒരാളെ അല്ലേ വന്നിട്ടുള്ളൂ. സോ സെക്കൻഡ് പോസിബിലിറ്റി എനിക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റത്തില്ല? ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. സോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? ഓൺ വിച്ച് മന്ത് പി വാസ് ബോൺ? പി ജനിച്ചത് ഏത് മാസം? ആൻസർ ഈസ് ഓഗസ്റ്റ്. ഓഗസ്റ്റ്. അപ്പൊ ഇവിടുന്ന് എനിക്ക് ഇപ്പൊ ചെയ്ത ഒരു സബ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്താ? പിയുടെയും ടിയുടെയും ഇടയിൽ എത്ര പേര് ജനിച്ചു, അല്ലെങ്കിൽ എക്സ് ജനിച്ച മാസം ഏതാണ്, ടി ജനിച്ച മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഇത് ചെയ്തെടുത്താൽ ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു സമയവും വേണ്ട. പെട്ടെന്ന് നമുക്ക് എന്താ നെക്സ്റ്റ് അടിച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റും. അത്രയും ഇതാണ്. പക്ഷെ ഇത് ചെയ്തെടുത്താൽ ഇതിന്റെ സബ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് മന്ത് ബേസ് ചെയ്തിട്ട് നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, മന്ത് ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇയർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു 8 പേരുണ്ട്. പല വർഷങ്ങളിലായിട്ട് ജനിച്ചു. ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ ഇയർ 2017. 2017 വെച്ചിട്ട് വേണം ഇവരുടെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് വയസ്സ് നോക്കാം. എല്ലാവരുടെയും വയസ്സൊന്ന് നോക്കാം. അപ്പൊ 2017 വെച്ചിട്ടാണ് കേട്ടോ. 2017 വെച്ചിട്ടാണ്. 1965 ജനിച്ച ആളുണ്ട്. 1965 ഉണ്ട്. കുറച്ചുകൂടെ ലെഫ്റ്റിലോട്ട് നീക്കി എഴുതാം. 1965 ഉണ്ട്. പിന്നെ 1972 ഉണ്ട്. 78 ഉണ്ട്. 84 ഉണ്ട്. 86, 93, 97, 2002. അപ്പൊ ആസ് പെർ 2017 ഈ 8 പേരുടെ വയസ്സ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. വയസ്സ് കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതാണ് പസിൽസ്, അല്ലെങ്കിൽ ഇയർ ബേസ്ഡ് പസിൽസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ തരുന്നതിൽ ചിലപ്പം ആരുടെങ്കിലും വയസ്സ് എത്രയാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇന്ന ആളേക്കാൾ ഇത്ര വയസ്സ്. അപ്പൊ വയസ്സുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് വയസ്സൊന്ന് കണ്ടുപിടിക്കാം. 2017 വെച്ചിട്ട് വേണം വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ വേറെ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് 2017 ജനിച്ച വർഷം മൈനസ് ചെയ്താൽ കിട്ടുന്ന ഡയറക്റ്റ് വയസ്സാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ജസ്റ്റ് ഓരോ കോളമായിട്ടൊന്ന് തിരിച്ചേ.
നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്നുള്ളത് നോക്കാം. 1965 ജനിച്ചാക്ക് എത്ര വയസ്സ് വരും? 52 വയസ്സ്. 72 ആകുമ്പോഴത്തേക്ക് 45, 78 39, 84 ജനിച്ചാക്ക് 33 ദെൻ 2017 വെച്ചിട്ട് 86 ജനിച്ചാക്ക് 31, 93, 24, 97 ആകുമ്പോഴത്തേക്ക് 20, 2002 ആകുമ്പോഴത്തേക്ക് 15. സോ ഇതാണ് ആൾക്കാരുടെ വയസ്സെന്ന് പറയുന്നത്. ഓക്കെ, ആസ് പെർ 2017 നമ്മൾ ആ 8 പേരുടെ വയസ്സൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം. there is a difference of 6 years between F and G. അപ്പൊ എഫിന്റെയും ജിയുടെയും ഇടയിൽ എത്ര വയസ്സിന്റെ ഡിഫറൻസ് വരണം? 6 വയസ്സ്. ജി ആണോ എഫ് ആണോ മൂത്തെന്നൊക്കെ നമുക്ക് നോക്കാം. രണ്ടുപേരുടെ വയസ്സിന്റെ ഡിഫറൻസ് 6 ആണ്. പിന്നെ പറയുന്നുണ്ട് എന്ത്? ജി ആണ് യങ്ങർ ദാൻ എഫ്. പ്രായം കുറവ് ജിക്ക്, എഫ് ആണ് മൂത്തത്. ഓക്കെ, അപ്പൊ എഫ്, ഓക്കെ നമ്മൾ ഈ എഴുതിയേക്കുന്ന കറക്റ്റ്, എഫ് ആണ് മൂത്തത്. എഫിന് ജിയുടെ വയസ്സ് കുറയ്ക്കുമ്പോഴത്തേക്ക് 6 എന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. 6 വയസ്സാണ് ഡിഫറൻസ്. സോ ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇതിൽ നിന്ന് എനിക്ക് ആരുടെയൊക്കെ 2 വയസ്സ് കുറയ്ക്കുമ്പോഴാണ്, ഏതൊക്കെ വർഷം ജനിച്ച 2 പേര് തമ്മിലുള്ള വയസ്സിന്റെ ഡിഫറൻസ് ആണ് 6 വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക. ആരൊക്കെ വരും? 52 ആരുമായിട്ടെങ്കിലും വരുന്നോ? ഇല്ല. 45 39 വരത്തില്ലേ? വരും. 45 വേറെ ആരുമായിട്ടില്ല. 39 33 6 അല്ലേ വയസ്സിന്റെ വ്യത്യാസം? 33 ഇല്ല, 31 ആരുമായിട്ടില്ല, 24 ഇല്ല. അപ്പൊ വയസ്സിന്റെ വ്യത്യാസം 6 വരുന്നത് 2 പോസിബിലിറ്റീസ് ആയിട്ടാണ്. അപ്പം നമ്മൾ പറഞ്ഞു ജി ആണ് എഫിനേക്കാൾ യങ്ങർ, ചെറുപ്പം. എഫ് ആണ് പ്രായത്തിന് മൂത്തയാള്. അപ്പൊ എഫിന് വേണമെങ്കിൽ 45 വയസ്സാണെങ്കിൽ ജിക്ക് 39 വയസ്സല്ലേ? ഒരു പോസിബിലിറ്റി അല്ലേ? ഇതേപോലെ എനിക്ക് പറയാം, എഫിന് 39 വയസ്സാണെങ്കിൽ ജിക്ക് എന്താ 33 വയസ്സല്ലേ? ഓക്കെ, 2 പോസിബിലിറ്റി കിട്ടിയില്ലേ എനിക്ക്? ഞാൻ വീണ്ടും ഒന്ന് വരച്ചേ. ഇതിങ്ങനെ വര ഇടണമെന്ന് നിർബന്ധമില്ല, ജസ്റ്റ് വരച്ചതാണ്. ഓക്കെ, അപ്പൊ എഫിന്റെയും ജിയുടെയും വയസ്സിന്റെ വ്യത്യാസം 6 ആണ്. എഫ് ആണ് കൂട്ടത്തിൽ മൂത്തത്, അല്ലെങ്കിൽ ജി ആണ് എങ്ങനെ 2 പോസിബിലിറ്റിയിലായിട്ട് ഞാൻ അവിടെ ഫിക്സ് ചെയ്തും വെച്ചു. നമുക്ക് നോക്കാം. ഈയുടെ വയസ്സ് ഡയറക്റ്റ് പറയുന്നുണ്ട്, എത്രയാ? 15. സോ ഇവിടെ എനിക്ക് കണ്ണും പൂട്ടി ആരെ അങ്ങ് ഫിക്സ് ചെയ്യാം? ഇയെ ഫിക്സ് ചെയ്യാം. ഞാൻ ഈ അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി നോക്കേണ്ടത്, അതിന് തൊട്ട് മുന്നേ ഒരു പോയിന്റ് നമ്മൾ എടുത്തിട്ടില്ല. എന്താ? ഡി എപ്പോഴാ ജനിച്ചതാ? ബിഫോർ 1984. 1984 മുന്നേ ജനിച്ച ഒരാളാണ് ആര്? ഡി. 1984 മുന്നേ ജനിച്ച ആളാണ്. സോ നമുക്ക് നോക്കാം, 2 പോസിബിലിറ്റീസ് ഞാൻ ഒന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഫസ്റ്റ് പോസിബിലിറ്റിയിൽ 84 മുന്നേ ജനിച്ച ആളെന്ന് പറയുമ്പോഴത്തേക്ക് 33 വയസ്സിൽ കൂടുതലാണ് ഡിയുടെ പ്രായം. ഓക്കെ, ഡിയുടെ വയസ്സ് അതിന് മുന്നേ ഉള്ള ആൾ, അതിന് മുന്നേ ജനിച്ച ആളെന്ന് പറയുമ്പോൾ വയസ്സ് കൂടുതലാണ്. സോ ഇവിടെ 84 വയസ്സല്ല, 84 ജനിച്ച ആളെക്കാട്ടിലും മൂത്തതെന്ന് പറയുമ്പോഴത്തേക്ക് 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ 2 ഓപ്ഷനിൽ ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് ഡി ഇവിടെയല്ലേ ഫിക്സ് ചെയ്യാൻ പറ്റൂ. രണ്ടാമത്തെ പോസിബിലിറ്റിയിൽ 84 മുന്നേ ജനിച്ച ആളെന്ന് പറയുമ്പം 2 പ്ലേസ് 84 വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന 2 പോസിബിലിറ്റിയിലും ഡിക്ക് വന്നൂടെ? വരാം. ഞാൻ 2 പോസിബിലിറ്റി ആയിട്ട് കാണിക്കുവാണ്. ഡി ഇവിടെ വരാം, അതേപോലെ എഫും ജിയും ഇവിടെ വന്നാൽ ഡിക്ക് ഇവിടെയും വന്നൂടെ? വരാം, ഒരു കുഴപ്പമില്ല. ഡിക്ക് വേണമെങ്കിൽ അവിടെയും വരാം. സോ ഇപ്പൊ എൻ്റെ കയ്യിൽ എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? 3 പോസിബിലിറ്റി ഉണ്ട്. ഈ 3 പോസിബിലിറ്റിയിൽ ഏതെങ്കിലും ഒരു പോസിബിലിറ്റി ആയിരിക്കും എന്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യണം, ഏത് പോസിബിലിറ്റിയിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നതെന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം എവിടെ നിന്ന് കിട്ടും. ഇനി എന്ത് പറയുന്നുണ്ട്? സിക്ക് എത്ര വയസ്സല്ല? ഈസ് നോട്ട് 24 years old. അപ്പൊ സി എനിക്കിതേ 1993 ജനിച്ചു. അല്ലാത്തോണ്ട് ഞാൻ മുകളില് സി എഴുതി ഒരു ക്രോസ് സൈൻ ചെയ്തു. അല്ല. ഓക്കെ, സി ജനിച്ചത് 1993 ആൻഡ് ഹി വാസ് ബോൺ ആഫ്റ്റർ എച്ച്.
എച്ചിന് ശേഷം ജനിച്ച ഒരാളാണ് ആര്? സി. എച്ചിന് ശേഷം ജനിച്ച ഒരാളാണ് ആര്? സി. സി വാസ് ബോൺ ആഫ്റ്റർ എച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എച്ച് ആണ് മൂത്തത്. എച്ചിന് ശേഷമാണ് ആര് ജനിച്ചത്? സി ജനിച്ചത്. സി 24 വയസ്സും അല്ല, 1993 ജനിച്ച ആളല്ല. ഓക്കെ, അപ്പൊ എച്ചിന് ശേഷമാണ് സി ജനിച്ചത്. നമുക്ക് നോക്കാം എങ്ങനെ ഫിക്സ് ചെയ്യാം. ദ ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ എച്ച് ആൻഡ് ഡി, ദ ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ എച്ച് ആൻഡ് ഡി എന്ന് പറയുന്നത് എന്താ? ഇസ് മൾട്ടിപ്പിൾ ഓഫ് 3. രണ്ടിലാരാ മൂത്തത് ഇളയതൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഒരാളുടെ വയസ്സിൽ നിന്ന് മറ്റൊരാളുടെ വയസ്സ് കുറച്ചാൽ ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 3. എച്ചിന്റെ വയസ്സിൽ നിന്ന് ഡി അല്ലെങ്കിൽ ഡിയുടെ വയസ്സിൽ നിന്ന് എച്ച് മൈനസ് ചെയ്താൽ അവരുടെ വയസ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. ഇനി എന്ത് പറയുന്നുണ്ട്? എ ഈസ് യങ്ങർ ദാൻ ബി. എ എന്ന് പറയുന്നത് യങ്ങർ ആണ് ആരെക്കാട്ടിലും? ബി യെക്കാട്ടിലും. ബി യെക്കാട്ടിലും പ്രായം കുറഞ്ഞ ആളാണ് എ, യങ്ങർ ആണ് എ. ബി വാസ് ബോൺ ആഫ്റ്റർ എഫ്. എന്നാൽ ബി ജനിച്ചത് എഫിന് ശേഷം അല്ലേ? ഇത്രയും പോയിന്റ് ഇല്ലേ നമ്മുടെ കയ്യിൽ? ഈ പോയിന്റിനെ എങ്ങനെ നമുക്ക് നമ്മുടെ ഇതിൽ കൊണ്ടുവന്നിരുത്താം നോക്കുക. ഓക്കെ, അപ്പൊ സി ജനിച്ചത് എച്ചിന് ശേഷമാണ്, അല്ലെങ്കിൽ എച്ച് ജനിച്ചത് സിക്ക് മുന്നേ ആണ്. പിന്നെ പറയുന്നുണ്ട് എ യങ്ങറാണ്, ബി യെക്കാട്ടിൽ യങ്ങറാണ്. എന്നാൽ ബി ജനിച്ചത് ആഫ്റ്റർ എഫ് ആണ്, എഫിന് ശേഷമാണ്. അപ്പം ഇവര് 3 പേരിൽ ഇങ്ങനെ ആയിരിക്കും ഓർഡർ. എഫിന് ശേഷം ബി, ബിക്ക് ശേഷം എ. അപ്പൊ ഇത് എങ്ങനെ ഫിക്സ് ചെയ്യാം? ഇനി നമുക്ക് എടുക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ 2 പോയിന്റ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ കൺസിഡർ ചെയ്ത് എടുത്തു, ഇനി നോക്കണ്ട. പിന്നെ ഈ ഒരു പോയിന്റ് ഉണ്ട്, എച്ചിന്റെയും ഡിയുടെ വയസ്സിന്റെ ഡിഫറൻസ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. പിന്നെ സിക്ക് 24 വയസ്സല്ല. ഇത്രയും പോയിന്റ് കൂടെ കഴിഞ്ഞാലാണ് നമ്മൾ എങ്ങനെ ആൻസർ നമുക്കത് എങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരണം എന്ന് കിട്ടുന്നത്. സോ എത്രയും പോയിന്റ് നമുക്കൊന്ന് നോക്കാം. ഡി ഓൾറെഡി 3 പോസിബിലിറ്റീസ് ആയിട്ട് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഡി ഓൾറെഡി ഞാൻ 3 പോസിബിലിറ്റി ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ എച്ചിനെ ഫിക്സ് ചെയ്യാൻ നോക്കാം അല്ലെ? കാരണം ഡിഫറൻസ്, അവരുടെ വയസ്സിന്റെ ഡിഫറൻസ് മൾട്ടിപ്പിൾ ഓഫ് 3. സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഡിക്ക് ഫസ്റ്റും സെക്കൻഡും പോസിബിലിറ്റിയിൽ 52 വയസ്സല്ലേ? ഈ 2 പോസിബിലിറ്റിയിൽ ഡിയുടെ വയസ്സ് 52 അല്ലേ? സോ 52 നിന്ന് ബാക്കിയുള്ള വേക്കൻറ്റിൽ ഏത് ആളുടെ വയസ്സ് കുറച്ചാൽ, അല്ലെങ്കിൽ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന പ്രായം കുറച്ചാൽ മൾട്ടിപ്പിൾ ഓഫ് 3 കിട്ടുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കാം. ഏതെങ്കിലും കാണണം, എങ്കിലല്ലേ എച്ചിനെ എനിക്ക് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. 52 നിന്ന് 33 കുറച്ചു, എത്ര വരും? 19 അല്ലേ? 19 മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. 52 നിന്ന് 31 കുറച്ചു, എത്ര വരും? 21 മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പൊ എച്ചിന് വേണമെങ്കിൽ ഇവിടെ വന്നൂടെ? നമുക്ക് നോക്കാം വേറെ പോസിബിലിറ്റി ഉണ്ടോ നോക്കാം. 52 നിന്ന് 24 കുറച്ചു, 28 മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. 52 നിന്ന് 20 കുറച്ചു, 32 മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. സോ ഫസ്റ്റ് പോസിബിലിറ്റിയിൽ ഡിക്ക് 52 വയസ്സാണെങ്കിൽ എച്ച് അല്ല, എച്ചിനെ എനിക്ക് 31 വയസ്സിലെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? രണ്ടാമത്തെ പോസിബിലിറ്റിയിലും ഡിക്ക് 52 വയസ്സാണെങ്കിൽ എച്ചിനെ എനിക്ക് എവിടെ തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ? 31 വയസ്സിൽ. കാരണം ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് 45, വയസ്സിന്റെ ഡിഫറൻസ് 7, മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. ബാക്കിയൊക്കെ നമ്മൾ നോക്കിയതാണ് പ്രീവിയസ് ഇതില എച്ച്. ഓക്കെ, എച്ചിനെ ഞാൻ അവിടെ ഫിക്സ് ചെയ്തു. ലാസ്റ്റ് പോസിബിലിറ്റിയിൽ ഡിക്ക് 45 വയസ്സാണ്. 45 വയസ്സാണെങ്കിൽ എച്ചിനെ എനിക്ക് 52 ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല, 7 ആവുന്നുള്ളൂ വയസ്സിന്റെ ഡിഫറൻസ്. സോ ഡിക്ക് 45 വയസ്സാണെങ്കിൽ 31 വയസ്സിൽ ഫിക്സ് ചെയ്യാൻ പറ്റൂല, 14 ആവുന്നുള്ളൂ ഡിഫറൻസ്. മൾട്ടിപ്പിൾ അല്ല, 3യുടെ മൾട്ടിപ്പിൾ അല്ല. ഡിക്ക് 45 വയസ്സാണെങ്കിൽ 24 വയസ്സിൽ എനിക്ക് ഫിക്സ് ചെയ്തൂടെ എച്ചിനെ? വയസ്സിന്റെ ഡിഫറൻസ് 21 വന്നല്ലോ, മൾട്ടിപ്പിൾ ഓഫ് 3 വന്നല്ലോ. പിന്നെ ഡിക്ക് 45 ആണെങ്കിൽ 20 ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല എച്ചിനെ, കാരണം വയസ്സിന്റെ ഡിഫറൻസ് 25. സോ 3 പോസിബിലിറ്റിയിലായിട്ട് ഡിയെ ഫിക്സ് ചെയ്തത് വെച്ചിട്ട് ഞാൻ എച്ചിനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എച്ചിനെ ഫിക്സ് ചെയ്താൽ എച്ചിനേക്കാൾ യങ്ങറാണ് ആര്? സി. എന്നാൽ സിക്ക് എത്ര വയസ്സല്ല? 24 വയസ്സല്ല. അത് വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്യാൻ നോക്കാം. എച്ചിനേക്കാൾ യങ്ങർ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ 2 വേക്കൻസി, അതിൽ 24 വയസ്സല്ല സിക്കെങ്കിൽ സി ഇവിടെ. ഓക്കെ, രണ്ടാമത്തെ പോസിബിലിറ്റിയിലും സി ഇവിടെ. മൂന്നാമത്തെ പോസിബിലിറ്റി നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഉണ്ട് കേട്ടോ, ഇക്ക് 15 വയസ്സ്. മൂന്നാമത്തെ പോസിബിലിറ്റി നോക്കുവാണെങ്കിൽ സി ഇവിടെ. സിക്ക് എന്തായാലും അപ്പം 20 വയസ്സ് മാറ്റമില്ല, 3 പോസിബിലിറ്റിയിലും 20 വയസ്സ്. ഇനി എങ്ങനെ ഫിക്സ് ചെയ്യാം? ഇനി എനിക്കൊരു ബി എയും കൂടെ ഫിക്സ് ചെയ്താൽ ആൻസർ കംപ്ലീറ്റ് ആയി. 3ലും എഫ് വന്നിട്ടില്ലേ?
എഫിനെക്കാട്ടിൽ എങ്ങറാവണ്ടേ ബിയും എയും? എഫിനെക്കാട്ടിൽ എങ്ങറാണ് ബി, ബിയേക്കാൾ എങ്ങറാണ് എ. ഓക്കെ, അപ്പൊ എഫിനെക്കാട്ടിലും രണ്ടുപേരും എങ്ങറാണ്. അപ്പൊ ഇനി എനിക്ക് അവരെ രണ്ടുപേരെയും കൂടെ ഉള്ളു ഫിക്സ് ചെയ്യാൻ. അപ്പം രണ്ടാമത്തെയും മൂന്നാമത്തെയും പോസിബിലിറ്റി ഒന്ന് നോക്കിയേ. എഫിനേക്കാളുള്ള ഒരു പ്ലേസ് അല്ലേ എങ്ങറായിട്ട് വേക്കൻസി ഉള്ളൂ. എനിക്ക് എയും ബിയും കൂടെ ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എഫിനേക്കാളുള്ള ഓൾഡർ പോസ്റ്റ് ആണ് ഇവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത്. സോ ഇതെന്തല്ല, ആൻസർ അല്ല. എനിക്കിനി എയും ബിയും ഉള്ളു ഫിക്സ് ചെയ്യാൻ. അവര് ഡെഫിനറ്റ്ലി എഫിനേക്കാളുള്ള യങ്ങസ്റ്റ് ആണ്. സോ എനിക്ക് എഫിനേക്കാൾ എങ്ങറാണ് ബി, ബിയേക്കാൾ എങ്ങറാണ് ആര്? എ. ഫസ്റ്റ് പോസിബിലിറ്റി ആണ് എൻ്റെ ആൻസർ. ഫസ്റ്റ് പോസിബിലിറ്റി ആണ് എൻ്റെ ആൻസർ. സോ എൻ്റെ ക്വസ്റ്റ്യൻ എന്താ? ഹൂ ഈസ് 33 years old? ആര് വരും? ബി. ബി ആണ് 33 വയസ്സുള്ള ആൾ. ഇനി ഇവിടുന്ന് ചോദിക്കാവുന്ന സബ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. വാട്ട് ഈസ് ദ ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ ജി ആൻഡ് എച്ച്? 8 വയസ്സ്. വാട്ട് ഈസ് ദ ഏജ് ഓഫ് എച്ച്? 31 years. What is the age of F? 45 years. What is the age difference between D and G? അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും സബ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇയർ ബേസ് ചെയ്ത് കഴിയുമ്പോൾ വയസ്സിന്റെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ്. ഇത് ക്ലർക്കൽ ലെവലിൽ ചോദിക്കാറില്ല ഇയർ ബേസ് ചെയ്തിട്ട്. കൂടുതലും ഓഫീസർ ലെവലിലാണ് ഇയർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഡേയും മന്തും ഇയറും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ദിശ ഓഫ്ലൈൻ ബാങ്ക് ബാച്ചിനെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പൊ ഓഫ്ലൈൻ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ട്രിവാൻഡ്രം ഉണ്ട്, കൊട്ടാരക്കര, കോഴിക്കോട്, കൊല്ലം, അപ്പം പലയിടത്ത് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചിലാണോ അഡ്മിഷൻ വേണ്ടത് അവിടെ താമസിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക. കാരണം ഇപ്പോൾ ഉടനെ നിങ്ങൾക്ക് എക്സാംസ് വരുന്നുണ്ട്. പിയുടെ നോട്ടിഫിക്കേഷൻ വന്നു, SBIPയുടെ നോട്ടിഫിക്കേഷൻ വന്നു. സോ ഒരുപാട് ലേറ്റ് ആക്കാതെ നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കുക. അതേപോലെ തന്നെ ഓൺലൈൻ ബാച്ചായിട്ട് ഓൺലൈൻ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വിളിച്ചു നോക്കുക. അഡ്മിഷനൊക്കെ എടുക്കുക, കൂടുതൽ പ്രിപ്പയർ ചെയ്യുക. എക്സാം ഉടനെ വരും. 2-3 മാസങ്ങൾക്കുള്ളിൽ തന്നെ SBIPO എക്സാം കാണും. പുറകെ ഇനി ഒരു എക്സാം സീസൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഡിസ്കസ് ചെയ്ത പസിലായിരുന്നു. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അടുത്തൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക്